നമസ്കാരം. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പൊതുവേ നമ്മുടെ കുട്ടികൾക്ക് എക്സാം നടക്കുന്ന കാലഘട്ടമാണ്. അമ്മമാർക്കും കുട്ടികൾക്കും ഒരുപോലെ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. എക്സാം ആങ്സൈറ്റി അല്ലെങ്കിൽ കുട്ടികളിലെ പരീക്ഷാ പേടിയെ സംബന്ധമായ കുറച്ച് സംശയങ്ങൾ നമുക്ക് ചോദിച്ചറിയാനായി ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് ഡോക്ടർ ഇന്ദു ജോഷി, സൈക്യാട്രിസ്റ്റ്, ദയാ റോയൽ ഹോസ്പിറ്റൽ, കുന്നുംകുളം. നമുക്ക് മാഡത്തിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാഡം, നമ്മുടെ ഈ കുട്ടികളിലുണ്ടാകുന്ന ആങ്സൈറ്റി അല്ലെങ്കിൽ നമ്മൾ സാധാരണ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആങ്സൈറ്റിയും ഈ ആങ്സൈറ്റി രോഗം അല്ലെങ്കിൽ ഒരു ടെൻഷൻ എന്നുള്ള ഒരു ഇതിൽ വ്യത്യാസം എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക? ആങ്സൈറ്റി രോഗം അല്ലെങ്കിൽ ഉത്കണ്ഠ രോഗം എന്ന് പറയുന്നു. ഉത്കണ്ഠ രോഗം എന്ന് പറയുന്നത് ഒരു മാനസികാരോഗ്യ പ്രശ്നമാണ്. അകാരണമായിട്ടുള്ള ഭയം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ആകുലത എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ നിത്യേനയുള്ള ജീവിതത്തിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ഒരു സ്ട്രെസ്സ്, എന്തെങ്കിലും ഒരു കാര്യത്തെ അഭിമുഖീകരിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ആങ്ഷ്യസ് ആവാറുണ്ട്, ഉത്കണ്ഠാകുലരാകാറുണ്ട്. അത് നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ ഒരു നോർമൽ റെസ്പോൺസാണ്. അതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം എന്നുള്ളതിനെ പറ്റി. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആ ഒരു സംഭവം അല്ലെങ്കിൽ അത് ഓവർകം ചെയ്ത് കഴിയുമ്പോൾ ഈ ആങ്സൈറ്റി അല്ലെങ്കിൽ ഈ ഉത്കണ്ഠ താനെ മാറിപ്പോവുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊരു അസുഖമാകുമ്പോൾ അല്ലെങ്കിൽ ഉത്കണ്ഠ രോഗം എന്നൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ ഒരു കാരണവും കൂടാതെ തന്നെ അകാരണമായിട്ടുള്ള ഈ ഉത്കണ്ഠ അല്ലെങ്കിൽ ഭയം നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ഇത് കുറേ കാലത്തിലേക്ക് നീണ്ടു നിൽക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിനെ പ്രതികൂലമായി ബാധിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മൾ അതിനെ ഒരു ഡിസോർഡർ അല്ലെങ്കിൽ ഒരു അസുഖമെന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ എക്സാം ആങ്സൈറ്റി മാത്രമല്ല, ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ, പാനിക് ഡിസോർഡർ, സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ എന്നിങ്ങനെ പല രീതിയിലുള്ള ആങ്സൈറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ഉത്കണ്ഠ രോഗങ്ങളുണ്ട്. മാഡം, പരീക്ഷാ സമയത്തുള്ള കുട്ടികളിലെ ഉത്കണ്ഠ എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റും? അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? രാജലക്ഷ്മി പറഞ്ഞ പോലെ ഈ മാർച്ച് ഏപ്രിൽ സമയത്ത് ഇപ്പം എന്നെ കാണാൻ വരുന്ന ഒരു ഭാഗം മാതാപിതാക്കളുടെയും അല്ലെങ്കിൽ കുട്ടികളുടെയും ഒരു പ്രധാന പ്രശ്നമാണ് പരീക്ഷാ പേടി അല്ലെങ്കിൽ എക്സാം ആങ്സൈറ്റി എന്ന് പറയുന്നത്. ഇത് കുട്ടികളെ വൈകാരികമായിട്ടും മാനസികമായിട്ടും അല്ലെങ്കിൽ അവരുടെ ഒരു ഭൗതിക തലത്തിലും ഒരുപാട് ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അതിൻ്റെ വൈകാരികമായ അല്ലെങ്കിൽ ഇമോഷണൽ സിംറ്റംസ് എന്ന് നമ്മൾ പറയുന്നത് കുട്ടികൾക്ക് പെട്ടെന്ന് സിവിയർ ആയിട്ടുള്ള ആങ്സൈറ്റി വരാം, അല്ലെങ്കിൽ പാനിക് അറ്റാക്ക് എന്നൊക്കെ പറയുന്ന പോലെ പരീക്ഷാ സമയത്ത് സിവിയർ ആയിട്ടുള്ള ഒരു ആങ്സൈറ്റി വരുന്ന ഒരു സമയം. അതുപോലെ തന്നെ ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടുക എന്നുള്ള കാര്യങ്ങൾ. ശാരീരിക സിംറ്റംസ് എന്ന് പറയുന്നത്, ശാരീരികമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്നുള്ളത് അമിതമായിട്ട് ഹൃദയമിടിപ്പ് അനുഭവപ്പെടുക, നെഞ്ചിടിപ്പ് കൂടുന്ന ഒരു സമയം, അതുപോലെ തന്നെ അമിതമായിട്ട് വിയർക്കുക, വിറയൽ അനുഭവപ്പെടുക, ഛർദ്ദിക്കാൻ തോന്നുക, തലവേദന വരിക, ഇതൊക്കെ അവരുടെ ശാരീരിക സിംറ്റംസാണ്. ഇത് ഭൗതിക തലത്തിലോ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് സിംറ്റംസും ഇത് ഉണ്ടാക്കാറുണ്ട്. കോഗ്നിറ്റീവ് സിംറ്റംസ് എന്ന് വെച്ചാൽ കുട്ടികൾക്ക് പഠിക്കുന്ന കാര്യത്തിലേക്ക് അല്ലെങ്കിൽ പരീക്ഷ എഴുതുമ്പോൾ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതിരിക്കുക, പരീക്ഷ എഴുതുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഒരു മെൻ്റൽ ബ്ലോക്ക് വരിക, കാര്യങ്ങളൊക്കെ പഠിച്ച കാര്യങ്ങൾ മറന്നു പോവുക. ഇങ്ങനെ ഒരു കുട്ടിയുടെ ഭൗതിക, ശാരീരിക, ഇമോഷണൽ, സൈക്കോളജിക്കൽ ഇങ്ങനെ എല്ലാ തലത്തിലും ഒരുപാട് സിംറ്റംസ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ എക്സാം ആങ്സൈറ്റി. ഈ ലക്ഷണങ്ങളൊക്കെയാണ് പൊതുവായിട്ട് എക്സാം ആങ്സൈറ്റിയിൽ നമ്മൾ കാണാറുള്ളത്. അതാണോ ചില കുട്ടികളിപ്പോൾ എക്സാം ഹാളിലൊക്കെ പെട്ടെന്ന് എക്സാം ആങ്സൈറ്റി വന്നിട്ട് ഇപ്പോൾ അടുത്തിടെ പെട്ടെന്ന് പാനിക്ഡായി പരീക്ഷ എഴുതാൻ പറ്റാതെ പെട്ടെന്ന് സ്റ്റില്ലായി പോയിട്ടുള്ള ചില കുട്ടികളെ കാണുകയുണ്ടായി. വളരെ കോമൺ ആയിട്ടാണ് ഇത് നമ്മൾ കണ്ടുവരികയും ചെയ്യുന്നത്. മാഡം, എന്താണ് ഈ എക്സാം ആങ്സൈറ്റി ഉണ്ടാകാനുള്ള കാരണങ്ങൾ പൊതുവെ കുട്ടികളിൽ? എക്സാം ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു പരീക്ഷാ പേടിക്ക് നിരവധിയായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതിൽ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു കുട്ടിക്ക് ഓൾറെഡി കുറച്ചൊരു ഉത്കണ്ഠ രോഗമുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എക്സാം ആങ്സൈറ്റി വരാൻ കൂടുതൽ വൾണറബിലിറ്റി ഉണ്ട്. പൊതുവായിട്ടുള്ള മറ്റു കാരണങ്ങൾ എന്ന് പറയുന്നത് വേണ്ടത്ര തയ്യാറെടുപ്പില്ലായ്മയാണ്. അതുപോലെ തന്നെ ടൈം മാനേജ്മെൻറ്റ് സ്കില്ല് കുറവുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് ആങ്ഷ്യസ് ആവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കുട്ടികളുടെ മേലെയുള്ള അമിതമായിട്ടുള്ള സമ്മർദ്ദം എക്സാം ആങ്സൈറ്റിക്ക് ഒരു കാരണമാണ്. മാതാപിതാക്കളുടെയും അധ്യാപകരുടെയുമുള്ള അമിതമായിട്ടുള്ള കുട്ടികളുടെ മേലുള്ള പ്രതീക്ഷ.
അതുപോലെ കുട്ടികളുടെ ടെമ്പർമെൻറ്റ് അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിലുള്ള ചില സവിശേഷതകൾ. ഇപ്പോൾ കുട്ടികളിൽ മാത്രമല്ല എക്സാം ആങ്സൈറ്റി കാണുന്നത്, വലിയ ആളുകളിലും ചിലപ്പോൾ എക്സാംസ് അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ, ഇൻ്റർവ്യൂ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴൊക്കെ അവർക്കൊരു പെർഫോമൻസ് ആങ്സൈറ്റി കാണാറുണ്ട്. അപ്പോൾ അവരുടെ പേഴ്സണാലിറ്റിയിലുള്ള ചില പ്രത്യേകതകൾ നമ്മൾ ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് എന്ന് പറയും. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ വളരെ പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ, എല്ലാം കറക്റ്റായി ചെയ്ത് തീർക്കണം എന്ന് ആഗ്രഹമുള്ള അങ്ങനെ ചില നിർബന്ധങ്ങളുള്ള ആളുകൾക്ക് ആങ്ഷ്യസ് ആവാനായിട്ട്, അല്ലെങ്കിൽ ടൈപ്പ് എ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ഉള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് ആങ്ഷ്യസ് ആവാനായിട്ടുള്ള സാധ്യതകളും അത് കൂടുതൽ വൾണറബിലിറ്റിയും കാണുന്നുണ്ട്. അതുപോലെ മുമ്പ് പരീക്ഷ എഴുതിയ സമയത്തുണ്ടായിട്ടുള്ള പ്രീവിയസ് ആയിട്ടുള്ള ചില ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള ചില അനുഭവങ്ങളും പിന്നീട് എക്സാം എഴുതുമ്പോഴൊക്കെ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുമോ എന്നുള്ള ഒരു ആശങ്കയൊക്കെ പ്രകടിപ്പിച്ച് അത് ഫൈനലി ചിലപ്പോൾ ഒരു പാനിക് അറ്റാക്കിലേക്കൊക്കെ എത്തുന്നതായിട്ടും കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് യൂഷ്വലി. പിന്നെ വേണ്ടത്ര തയ്യാറെടുക്കുന്നില്ല, ടൈം മാനേജ്മെൻറ്റ് സ്കില്ലില്ല, ഇതുപോലെ ഓൾറെഡി ആങ്ഷ്യസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ, ഉത്കണ്ഠ രോഗങ്ങളുള്ള ആളുകൾ, ഇതൊക്കെയാണ് പൊതുവായിട്ടുള്ള നമ്മൾ കാരണങ്ങൾ എക്സാം ആങ്സൈറ്റിയിൽ പറയാറ്. നമുക്കിതെങ്ങനെ ടാക്കിൾ ചെയ്യാം അല്ലെങ്കിൽ ഓവർകം ചെയ്യാൻ പറ്റും? എക്സാം ആങ്സൈറ്റി നമുക്ക് മറികടക്കാൻ വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ഇപ്പോൾ മാർച്ചിൽ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യും. മിക്കവാറും ഒരു മാസം മുമ്പ് തന്നെ നമുക്ക് ടൈം ടേബിളും ഒക്കെ കിട്ടും. അപ്പോൾ പലപ്പോഴും കുട്ടികൾ അല്ലെങ്കിൽ വലിയ ആളുകളായാലും നമ്മളെല്ലാം നീട്ടിവെച്ച് അവസാന നിമിഷത്തിൽ ചെയ്യാം എന്ന് വിചാരിക്കുന്ന ആളുകളാണ്. അവസാനം ആകുമ്പോഴേക്കും വല്ലാത്ത രീതിയിൽ ആങ്ഷ്യസ് ആവുകയും ചെയ്യും. അപ്പം നല്ല രീതിയിൽ ഒരു തയ്യാറെടുപ്പ് അതിന് വേണ്ടിയിട്ട് നടത്താം. സ്റ്റഡീസ് നമുക്കിപ്പോൾ ഒരു ടൈം ടേബിൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഓരോ ദിവസവും എങ്ങനെ എത്ര ടോപ്പിക്സ് കവർ ചെയ്യാം എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി സ്കെഡ്യൂള് ക്രിയേറ്റ് ചെയ്യുക. എല്ലാ ദിവസവും നിശ്ചിത സമയം അതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുക. എല്ലാം ഇങ്ങനെ നീട്ടിവെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റും. പിന്നെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പരീക്ഷാ പേപ്പറുകളും കാര്യങ്ങളും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് കൂടി അവരുടെ ആത്മവിശ്വാസവും നമുക്ക് വർദ്ധിപ്പിക്കാം. ടൈം മാനേജ്മെൻറ്റും നമുക്ക് നല്ല രീതിയിൽ ബെറ്റർ ആക്കാനായിട്ട് പറ്റും. അപ്പോൾ അതൊരു മാർഗം നമുക്ക് പറയാൻ പറ്റും. രണ്ടാമത് ടൈം മാനേജ്മെൻറ്റ് സ്കിൽസ് ഉണ്ട്. പല രീതിയിൽ നമുക്കത് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാം. പരീക്ഷാ പേപ്പർ കിട്ടുമ്പോൾ അത് കൃത്യസമയത്തിനുള്ളിൽ എങ്ങനെ ചെയ്തു തീർക്കാം, അതുപോലെ പരീക്ഷയുടെ പോർഷൻസ് നമുക്ക് എങ്ങനെ ടൈമിനുള്ളിൽ വായിച്ചു തീർക്കാം എന്നുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. 3 പറയുന്നത് വളരെ ആങ്ഷ്യസ് ആയിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള റിലാക്സേഷൻ എക്സർസൈസുകൾ ഇന്ന് ഉണ്ട്. നമുക്ക് അവരെ ഡീപ്പ് ബ്രീത്തിങ് എക്സർസൈസ്, ഗൈഡഡ് ഇമേജറി, മസിൽ റിലാക്സേഷൻ എക്സർസൈസ്, അല്ലെങ്കിൽ ഇപ്പോൾ യോഗയിലൊക്കെ പ്രാണായാമം എന്നൊക്കെ പറയുന്നതൊക്കെ വൺ ഫോം ഓഫ് എ റിലാക്സേഷൻ എക്സർസൈസാണ്. അപ്പോൾ നമ്മുടെ നിത്യേനയുള്ള റൂട്ടീനിൽ, ജീവിതചര്യയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു റിലാക്സേഷൻ എക്സർസൈസ് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ച് ഡെയിലി അത് പ്രാക്ടീസ് ചെയ്യുന്നത് അവരുടെ സ്ട്രെസ് ലെവൽ നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് പറ്റും. ഏറ്റവും ബേസിക്കായിട്ട് നമുക്ക് പറയാവുന്ന കാര്യം അവരുടെ ലൈഫ് സ്റ്റൈലാണ്. അതായത് നമുക്കറിയാം നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികളിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അവർ ആരോഗ്യപൂർണ്ണമായിട്ടുള്ള ഭക്ഷണമാണോ കഴിക്കുന്നത്? പലപ്പോഴും ഹെവി ആയിട്ടുള്ള ജങ്ക് ഫുഡ്സ് കഴിച്ച് അത് ഉറക്കത്തിനെയും അവരുടെ പഠിത്തത്തിലുള്ള കോൺസെൻട്രേഷനെയും ഒക്കെ ബാധിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ആരോഗ്യപൂർണ്ണമായിട്ടുള്ള ഭക്ഷണം, ആവശ്യത്തിനുള്ള ഉറക്കം. പല കുട്ടികളിലും കാണുന്ന പരീക്ഷയുടെ തലേന്ന് നമ്മൾ ഉറക്കം വെച്ച് നന്നായിരുന്നു പഠിക്കും, പിറ്റേ ദിവസം എക്സാം നമുക്ക് എഴുതാൻ പറ്റില്ല, എക്സാം ഹാളിൽ ഛർദ്ദിക്കാൻ വരുന്നു, ബുദ്ധിമുട്ട് വരുന്നു, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉറക്കം ഈ പരീക്ഷാകാലത്ത് കുട്ടികൾക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. ഉറക്കം നമ്മൾ പറഞ്ഞു, ഭക്ഷണം പറഞ്ഞു. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എക്സർസൈസ്. നമ്മൾ കുട്ടികളിപ്പോൾ ഭൂരിഭാഗം കുട്ടികളും സ്ക്രീൻ അഡിക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. ഫുൾ ടൈം ഇരുന്ന് മൊബൈൽ കളിക്കുക എന്നുള്ളതാണ് അവരുടെ കളി എന്ന് പറയുന്നൊരു കാര്യം. പുറത്ത് പോയി കുട്ടികളൊന്നും കളിക്കുന്നില്ല. അപ്പോൾ ചെറിയ രീതിയിലുള്ളൊരു ലഘുവായിട്ടുള്ളൊരു വ്യായാമം ദിവസേന കുട്ടികൾക്കുണ്ട് എന്നുള്ളത് അത് അവരുടെ ബുദ്ധിശക്തിനെ ആയാലും കോൺസെൻട്രേഷനെ ആയാലും ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിനെയും ഇമ്പ്രൂവ് ചെയ്യാൻ ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. സ്ക്രീൻ ടൈം കുറച്ച് വയ്ക്കുക. ഒത്തിരി നേരം സ്ക്രീൻ അഡിക്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരുപാട് പിന്നീട് അറ്റൻഷണൽ ഇഷ്യൂസ്, കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടുവരുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ റിലാക്സേഷൻ എക്സർസൈസ്, അതുപോലെ തന്നെ ആരോഗ്യകരമായിട്ടുള്ള ജീവിത രീതികൾ, നല്ല തയ്യാറെടുപ്പ്, പിന്നെ സമ്മർദ്ദങ്ങൾ കുറച്ച് വയ്ക്കുക. കുട്ടികൾ പറ്റുന്ന പോലെ അവർ പ്രിപ്പയർ ചെയ്യട്ടെ. പലപ്പോഴും മാതാപിതാക്കളുടെയും അല്ലെങ്കിൽ സ്കൂളിൽ 100% അച്ചീവ് ചെയ്യണം എന്നുള്ള അധ്യാപകരുടേതുമായിട്ടുള്ള അമിതമായിട്ടുള്ള സമ്മർദ്ദവും കുട്ടികളിലെ വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സമ്മർദ്ദം കുറച്ച് വയ്ക്കുന്നതും വളരെ ഹെൽപ്ഫുള്ളാണ്. മറ്റ് പറയുന്നതെന്ന് വെച്ചാൽ ഈ എക്സാം ആങ്സൈറ്റി ഒരു ലെവലിൻ്റെ മേലേക്ക് പോവുകയാണ്, അവർക്കത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാനും മടിക്കാതിരിക്കുക. മാഡം, ഈ
കുട്ടികളിൽ എപ്പോഴാണ് നമ്മളൊരു സൈക്യാട്രിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ട്രീറ്റ്മെൻറ്റ് മാം പറഞ്ഞ പോലെ ഏത് ലെവൽ എത്തുമ്പോഴാണ് അതെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക? എക്സാം ആങ്സൈറ്റി പല ഗ്രേഡുകളിലുള്ളതുണ്ട്. വളരെ മൈൽഡായി ചെയ്യുന്ന ഒരു മൈൽഡ് ലെവൽ ഓഫ് ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ആങ്സൈറ്റി പലപ്പോഴും കുട്ടികളുടെ പെർഫോമൻസ് ലെവൽ ബെറ്റർ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം കുറച്ചൊരു ആങ്ഷ്യസ് ആകുമ്പോൾ നമ്മൾ നന്നായി പഠിക്കാനും ഇതിനൊക്കെ നോക്കും. പക്ഷേ എക്സാം ആങ്സൈറ്റി ഒരു ലെവൽ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവരുടെ ദൈനംദിന ജീവിതത്തിനെ പ്രതികൂലമായിട്ട് ബാധിക്കും. അത് അവരുടെ ഉറക്കത്തിനെ ബാധിച്ചു തുടങ്ങും. ഉറക്കം കറക്റ്റായിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ ഉറക്കത്തിൻ്റെ രീതി, പകൽ ഉറക്കം വരികയും രാത്രി ഉറക്കം ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത്. അവരുടെ വിശപ്പിനെ ബാധിക്കാം, ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക, കുറച്ച് സമയത്തിനുള്ളിൽ വല്ലാതെ വെയിറ്റ് ലോസ് അനുഭവപ്പെടുക, അതുപോലെ പ്രിയപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യം ഇല്ലാതിരിക്കുക, എപ്പോഴും ഒരു ശോകമായിട്ട് കാണുന്ന ഒരവസ്ഥ, അവരുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരിക, പഠിക്കാനുള്ള താല്പര്യം കുറയുക, പഠനത്തിലുള്ള ശ്രദ്ധ വല്ലാതെ കുറഞ്ഞു പോവുക, എപ്പോഴും ആങ്ഷ്യസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക, എന്തിനേയും അഭിമുഖീകരിക്കാനുള്ള ഒരു ആത്മവിശ്വാസം കാണിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സ്വീകരിക്കുക. നമുക്കിന്നിപ്പോൾ ഇങ്ങനെയുള്ള ഉത്കണ്ഠ രോഗങ്ങളും അല്ലെങ്കിൽ ഇപ്പോൾ എക്സാം ആങ്സൈറ്റി ആയാലും അതുപോലെയുള്ള മറ്റ് പല ഉത്കണ്ഠ രോഗങ്ങളെയും ചികിത്സിക്കാൻ വളരെ നല്ല രീതിയിലുള്ള ചികിത്സാ രീതികൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, അതുപോലെ തന്നെ മരുന്ന് ചികിത്സ, ഇതെല്ലാം നമുക്ക് ലഭ്യമാണ്. ഇതിലൂടെയൊക്കെ ഈ ആങ്സൈറ്റി രോഗങ്ങളെ നമുക്ക് നല്ല രീതിയിൽ ചികിത്സിച്ച് ഒരു ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് നമ്മുടെ കുട്ടികൾക്കായാലും വലിയവർക്കായാലും നമുക്ക് പ്രദാനം ചെയ്യാൻ കഴിയും. താങ്ക് യു മാം. ഇത്രയും നേരം നമുക്ക് വളരെ വിലപ്പെട്ട ഇൻഫർമേഷൻസ് തന്ന ഡോക്ടർ ഇന്ദു ജോഷിക്ക് വളരെയധികം നന്ദി. നമസ്കാരം.